പിന്നെ എങ്ങനെയാ ക്രിസ്റ്റീന ആ ടോയ്ലറ്റിലെ ഫോൺ അവിടെ വന്നത്? അത് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ അവിടെ ചെന്നപ്പോ ഫോൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് വിശ്വസിക്കാതൊരു ബുദ്ധിമുട്ടുണ്ട് ക്രിസ്റ്റീന ആ കാര്യമൊക്കെ. ഞാൻ ഒരു കാര്യം വേണ്ട, ഇത്രയൊക്കെ സംശയമുള്ള സ്ഥിതിക്ക് ഈ ഫോൺ പോലീസിനെ ഏൽപ്പിക്കാം. സർ പോലീസ് കംപ്ലൈന്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ടോമിന് ഇൻസൾട്ട് ആയിരിക്കും എല്ലാവരുടെ മുന്നിൽ. അല്ല പോലീസിന് കേസ് കൊടുക്കാം, പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഗുഡ്വില്ലിനെ ബാധിക്കൂലേ? സർ ഇപ്പൊ ടോമിന് ഉണ്ടായ ഇൻസൾട്ടോ? കമ്പനിയുടെ ഗുഡ്വില്ലാണോ ഒരു പെൺകുട്ടിയുടെ മാനമാണോ വല്ലത്? പെൺകുട്ടികളുടെ മാനം തന്നെ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് പോലീസിനെ റിപ്പോർട്ട് ചെയ്യാം സാർ. അല്ലെങ്കിൽ ഇത് ചെയ്യാത്ത ഒരാളുടെ തലയിൽ വെക്കുമ്പോഴത്തെ എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായതാണ്. ആരുടെ തല വെച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു മിനിറ്റ്. ഹലോ, ഇപ്പൊ എവിടെ നിന്ന് വിളിക്കണേ? ആ ശരി. ഓ ഇല്ല, നോക്കിക്കോളാം. ഇയാള് വൈ പോലീസിൽ ഇങ്ങനെ കേസ് തുടങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല ഈ കേസ് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ കുടുംബം വഴിയാതരായി പോകും. വഴിയാതര പോട്ട്, ഇങ്ങനെയുള്ളവന്റെ കുടുംബം വഴിയാതരാവണം. അല്ല നമ്മൾ കൊടുക്കാതിരുന്ന ആ ഒരു കുടുംബം രക്ഷപ്പെടും. ആരുടെ കുടുംബം? എന്റെ കുടുംബം. സാറിന്റെ കുടുംബം മനസ്സിലായില്ല. ഇന്ന് രാവിലെ എന്റെ മറ്റേ അമ്മാവൻ ഇവിടെ വന്നില്ലായിരുന്നു മുട്ട. ആ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസില്. എന്നെ എറിഞ്ഞു വീഴ്ത്തണം അങ്ങേര്. അത് തന്നെ. പുള്ളിക്കാരന് പെട്ടെന്ന് ഈ മുട്ടിയപ്പം ടോയ്ലറ്റ് മാറിപ്പോയി. ഓടിച്ചെന്ന് കയറി ലേഡീസ് ടോയ്ലറ്റിലായിപ്പോയി. അപ്പൊ അറിയാതെ ഫോൺ അവിടെ വെച്ച് മറന്നുപോയി. അപ്പൊ അത് പുള്ളി ഇപ്പൊ ഏതോ ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂമിൽ നിന്നിപ്പോ എന്നെ വിളിച്ചത്. ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂമിൽ ഫോൺ വയ്ക്കാൻ കയറി തന്നെ? അല്ല അവിടുത്തെ കോയിൻ ബോക്സിൽ നിന്നാണ് വിളിച്ചത്. ബാത്റൂമിൽ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ അടുത്ത് ഇങ്ങനെ. നന്നായി. റെക്കോർഡൊന്നും ആയില്ലല്ലോ. അതിൽ ഞാൻ നോക്കിയായിരുന്നു, റെക്കോർഡൊന്നും ആയിട്ടില്ല. അങ്ങനെ ക്യാമറ ഓൺ അല്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ അത് അങ്ങനെ വിട്ടുകൂടി. ഇങ്ങനെ നല്ല കുറച്ച് പറഞ്ഞത്. അല്ല അതിന് ഞാൻ ഇങ്ങനെ ഒരു ആള് നമ്മുടെ കംപ്ലൈന്റ് പറയും മേലധികാരി എന്ന നിലയിൽ ഞാൻ അന്വേഷിക്കണ്ടേ? ഇപ്പൊ മേലധികാരി ഇപ്പൊ എന്ത് പറയുന്നത്? മേലെ തവണ പരിപാടി തന്നെ അവൻ ചെയ്തത് അമ്മാവായി. അതെ, മുട്ടുമ്പോ ഫോണും കൊണ്ടാ പോണത്. അല്ല ഫോണും കൊണ്ട് പോയപ്പോഴായിരിക്കും മുട്ടിയത്. ആ ഫോണിലായിരിക്കും ഈ മുട്ടി നീ കാണിച്ചത്. കിട്ടില്ല, അങ്ങനെ വിടാൻ പറ്റൂല. ഇന്നത്തെ എന്റെ 3 നേരത്തെ ചെലവ് നോക്കണം. ബാക്കി എല്ലാവർക്കും ഇന്ന് ഉച്ചയ്ക്ക് മന്തി ബിരിയാണി വേണം. അപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ നമുക്ക് അല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. മന്തി മേടിച്ചു തന്നാ കേസ് കൊടുക്കാതിരിക്കാം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ?